ഫ്രണ്ട്സ്, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് നിങ്ങൾക്ക് കാണാം, 98.7K ആയിട്ടുണ്ട്, 100Kയിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ, പെട്ടെന്ന് തന്നെ നമുക്ക് 100Kയിലേക്ക് എത്താൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു നമ്പറിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് പെട്ടെന്ന് ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മാസങ്ങൾ കൊണ്ടോ ഒന്നല്ല. നമ്മൾ 3 വർഷത്തോളമായി നമ്മുടെ ചാനലിൻ്റെ ഏകദേശം 3 വർഷത്തോളമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ മൊത്തം കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബറാണ്. അപ്പോൾ അതിൻ്റേതായുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. റീസെൻ്റായി ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എല്ലാവിധ കാറ്റഗറിയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നമ്പർ കാണാം. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 30 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്. ഇതിൽ ITI അപ്രന്റീസ്ഷിപ്പ് വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിപ്ലോമ വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ്, ഇങ്ങനെ 3 കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ITI അപ്രന്റീസ്ഷിപ്പിലേക്ക് ആദ്യം നമുക്ക് നോക്കാം ഏതൊക്കെ ട്രേഡിൽ വേക്കൻസി ഉണ്ടെന്ന്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ITI അപ്രന്റീസ്ഷിപ്പ് കാറ്റഗറിയിലേക്ക് അതായത് ട്രേഡുകളിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അത് 1 ഇയർ ഡ്യൂറേഷൻ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഇനി 2 ഇയർ ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫിറ്ററിൽ നിങ്ങൾക്ക് 29 വേക്കൻസി, മെഷീനിസ്റ്റിൽ 4, ടേണറിൽ 1 വേക്കൻസി, വെൽഡറിൽ 12, പിന്നെ ഡിമാൻ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലാണ്, ഇതിലൊരു വേക്കൻസി. ദെൻ അടുത്തത് ഇലക്ട്രീഷ്യൻ 25 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്ക് 6 വേക്കൻസി, പിന്നെ വരുന്നത് ഇലക്ട്രോണിക് മെക്കാനിക്കൽ 4 വേക്കൻസി, പിന്നെ കാർപ്പൻറ്ററിൽ 1 വേക്കൻസി, പ്ലംബറിൽ 1 വേക്കൻസി, മേസണിൽ 1 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ മന്ത്ലി സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് 1 വർഷത്തെ ITI ആണ് കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് 7700 രൂപയാണ് സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുക. 2 വർഷത്തെ ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്ക് സ്റ്റൈപ്പൻഡായിട്ട് മന്ത്ലി 8080 രൂപ കിട്ടും കേട്ടോ. ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഉണ്ട്. 30/4/2025 എന്ന് പറയുന്ന ഡേറ്റ് കണക്കാക്കി മിനിമം 18 പൂർത്തിയായിരിക്കണം, 24 കഴിയാനും പാടില്ല. എന്നാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 27 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ 29 വയസ്സ് വരെയും, PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെയൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ നിങ്ങൾക്ക് 1 ഇയർ ആയിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ. ഇനി അടുത്ത കാറ്റഗറി അപ്രന്റീസ്ഷിപ്പാണ് ഡിപ്ലോമ അപ്രന്റീസ്ഷിപ്പ്. അതിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ 7 വേക്കൻസി, ഇലക്ട്രിക്കൽ 4 വേക്കൻസി, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ 2 വേക്കൻസി, സിവിൽ 1 വേക്കൻസി. ഈ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിനിൽ നിങ്ങൾ എന്താണ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതായത് പോളിടെക്നിക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ് ഡിപ്ലോമ അപ്രന്റീസ് എന്ന് പറയുന്നത്. 8000 രൂപയാണ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. മിനിമം ഏജ് 18, മാക്സിമം 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ SC/ST OBC ഒക്കെ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ നേരത്തെ പറഞ്ഞ പോലെ OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ 1 ഇയർ ആണ് ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത് ഗ്രാജുവേറ്റ് അപ്രന്റീസ് ആണ്. ഇത് നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയാണ് കേട്ടോ. അതായത് എഞ്ചിനീയറിംഗ് അല്ല, നോൺ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾക്ക് BA, BSc അല്ലെങ്കിൽ BCom അങ്ങനെ അതൊക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഹ്യൂമൻ റിസോഴ്സിൽ 7 വേക്കൻസി, പിന്നെ നിങ്ങൾക്ക് കോൺട്രാക്ട് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ 3 വേക്കൻസി, പിന്നെ ഫൈനാൻസ് അക്കൗണ്ട്സിൽ 2 വേക്കൻസി, HPL 2 വേക്കൻസി, കെമിക്കൽ ലാബിൽ 2 വേക്കൻസി. ഓക്കെ, പിന്നെ ഇത്രയാണ് അതിൻ്റെ വേക്കൻസി വരുന്നത്. 9000 പെർ മന്ത് സ്റ്റൈപ്പൻഡ് ലഭിക്കും. മിനിമം ഏജ് 18, മാക്സിമം 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST OBC ഒക്കെ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. 1 ഇയർ തന്നെ ആയിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വേക്കൻസി കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അല്ലാത്ത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി വൈസ് SC/ST OBC അങ്ങനെ റിസർവ്ഡ് വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം നിങ്ങളുടെ ട്രേഡിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ജനറൽ വേക്കൻസിൻ്റെ ഏത് കാറ്റഗറി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസർവ്ഡ് വേക്കൻസി തന്നെ നോക്കി നടക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിലും ജനറൽ വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ ഗ്രാജുവേറ്റിൻ്റെ അതുപോലെ റിസർവ്ഡ് വേക്കൻസീസും കൂടെ കാണാം. അതുപോലെ ഡിപ്ലോമേൻ്റെ എവിടെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളിതിലേക്ക് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ സെറ്റ് ആക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി ഏജ് റിലാക്സേഷൻ പറഞ്ഞു, SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, PWDക്ക് 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ്.
ട്രേഡ് അപ്രൻറ്റീസ്, അതായത് ഈ പറയുന്ന ഫിറ്റർ അതുപോലെ മെഷീനിസ്റ്റ് ഇതുപോലെയുള്ള കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, അതായത് ട്രേഡിൽ IT പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് IT പാസ്സായിരിക്കുക, അതിലേക്ക് അപ്ലൈ ചെയ്യാം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നിങ്ങൾക്ക് ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഡിപ്ലോമ പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് പോളിടെക്നിക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അതത് ഡിസിപ്ലിനിലൂടെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെന്ന് കാണാം. ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമാണ്, ഒരു ജനറൽ സ്ട്രീം, അതായത് BA BSc BCom തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് അല്ലാത്ത ഏതെങ്കിലും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അതത് ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മളതിൻ്റെ ഇത് PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയുള്ള വാക്കൻസികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളതൊന്നുമില്ല. ഹൈറ്റ് വെറും 135 സെൻറ്റിമീറ്റർ മതി മിനിമം. ഓക്കെ, ഇതിൽ കുറയാൻ പാടില്ല, 137 കുറയാൻ പാടില്ല, അതിൽ കൂടണം കേട്ടോ. മിനിമം 137 സെൻറ്റിമീറ്റർ മതി. പിന്നെ വെയിറ്റ് 25.4 കിലോഗ്രാംസ് മിനിമം മതി, അതിൻ്റെ മുകളിലേക്കായാൽ മതി എന്നുള്ളതാണ്. പിന്നെ ചെസ്റ്റ് നമുക്ക് എത്ര വേണമെന്നൊന്നുമില്ല, എക്സ്പാൻഷൻ്റെ ഒരു 3.8 സെൻറ്റിമീറ്റർ കിട്ടിയാൽ മതി. അതും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വലിയ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്ലേസ് ഓഫ് ട്രെയിനിങ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിലാണ്. അത് ഈ പറയുന്ന കൽപ്പാക്കം ഡിസ്ട്രിക്റ്റിലാണ്. നിങ്ങൾക്ക് കാണാൻ ചെങ്കൽപ്പേട്ട് തമിഴ്നാടാണ് കേട്ടോ ഇതിൻ്റെ പോസ്റ്റിംഗ്. ഇനി സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സിൽ ഇവിടെ ഈ പറയുന്ന പ്ലാൻ സൈറ്റുമായി ബന്ധപ്പെട്ടൊരു 16 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു മുൻഗണന അവർ കൊടുക്കും. ഓക്കെ, അതായത് നെയ്ബറിംഗ് വില്ലേജ് ഈ പറയുന്ന പ്ലാൻ സൈറ്റിൻ്റെ 16 കിലോമീറ്റർ അതിൻ്റെ ആ ഒരു റേഡിയസിൽ വരുന്ന കേട്ടോ. ഓക്കെ, റേഡിയസിൽ വരുന്ന ഈ പറയുന്ന അതിൻ്റെ സമീപത്തുള്ള വില്ലേജിലുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, അവർക്ക് ഒരു പരിഗണന കൊടുക്കും, അതായത് കുറച്ചും പാടെ മുൻഗണന കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ 16 കിലോമീറ്റർ റേഡിയസിൻ്റെ ഉള്ളിലൊന്നും എന്താണ് ഈ പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഉണ്ടാവില്ല. വിവിധ ക്വാളിഫിക്കേഷനാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇൻ കേസ് അത് വിവിധ ട്രേഡുകളും ഡിസിപ്ലിനും ഫില്ലായിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അത് ഈ പറയുന്ന പുറത്തുള്ള മറ്റുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കും. അത് നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അതിൻ്റെയൊക്കെ മാർക്ക് നോക്കിയിട്ടായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ ആദ്യം അവർ നോക്കുക നൈബറിംഗ് പ്ലേസിൽ, അതായത് ഈ പറയുന്ന നിയറസ്റ്റ് വില്ലേജിൽ ഉദ്യോഗാർത്ഥികൾ ആരുണ്ടെന്ന് നോക്കും. ഓക്കെ വാപ്പിച്ച് റെക്കോർഡ് ചെയ്യട്ടോ കേട്ടോ, പോരാ, സോറി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥി പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇവിടെ ഇത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 16 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും കിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട്, അവർക്കായിരിക്കും കുറച്ച് മുൻഗണന കൊടുക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ പരിഗണിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതായത് മറ്റുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യേണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളോ ഇല്ല, ഇൻ്റർവ്യൂ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുക. സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മെയിൽ വഴി അറിയിക്കും നിങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, അതായത് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നാറ്റ്സിലോ അല്ലെങ്കിൽ നാപ്സിലോ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നാപ്സ്, അവർക്ക് നാപ്സിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നാപ്സ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട വീഡിയോയുടെ അവസാനം കാണിക്കാം. IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ് നാപ്സിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അത് നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നതിൽ നമ്മൾ കൊടുക്കണം കേട്ടോ, അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ നാറ്റ്സിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, IT കഴിഞ്ഞവരാണെങ്കിൽ നാപ്സിൽ NAPSലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികളാണ്, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിലേക്കോ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർ NATSലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ അല്ല, NATSൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 2 പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ IT കഴിഞ്ഞവർ നാപ്സിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവരോ ആണെങ്കിൽ അവർ നാറ്റ്സിൽ മാത്രം രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അതിൽ നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വെക്കണം, നമ്മുടെ പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. ഓക്കെ, ഇത് നമ്മൾ ആദ്യം ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. അതിനുശേഷം
ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ അപേക്ഷ ഫോം ഉണ്ട്, അത് നമ്മൾ പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് അതിൽ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഒക്കെ ഒട്ടിച്ചിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഞാൻ പറയാം. സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അതെല്ലാം വെച്ച് നമ്മൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡെപ്യൂട്ടി മാനേജർ HRM ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ്, നിങ്ങൾക്കിവിടെ കാണാം. മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ, കൽപ്പാക്കം. ഇതാണ് ഫുൾ അഡ്രസ്സ്, ചെങ്കൽപ്പേട്ട്, തമിഴ്നാട്. ഈ ഒരു അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കോളും. ഓക്കെ, ഇങ്ങനെ അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി നിങ്ങൾക്ക് ഏപ്രിൽ 30 അവിടെ എത്തേണ്ട അവസാന തീയതി, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഇതിലേക്ക് കൂടെ വെക്കണം എന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് വെക്കാം. പിന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റായിട്ട് വെക്കാം. പിന്നെ നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ബർത്ത് സർട്ടിഫിക്കറ്റും വെക്കാവുന്നതാണ് കേട്ടോ. അതില്ലെങ്കിൽ നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ IT അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വെക്കണം, മാർക്ക് ഷീറ്റ് വെക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുക. സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ വെച്ചാലും മതി. എല്ലാ സെമസ്റ്ററിനും മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ വേണം. പിന്നെ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ്റെ അത് വെക്കാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, SC ST OBC ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വെക്കണം. EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് വെക്കണം. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം വെച്ചാൽ മതി. PWD പറയുന്ന ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വെക്കണം. പിന്നെ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് PCC പാടെ നിങ്ങൾ എന്ത് ചെയ്യണം, വെക്കണം കേട്ടോ. ഒക്കെ നിങ്ങൾ അക്ഷയ വഴിയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നതാണ്, അത് നമ്മൾ വെക്കണം. കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങാം. നിങ്ങൾ ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് പോയിട്ട് വാങ്ങാം കേട്ടോ. ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ പഠിച്ച. ഇനി അതോടൊപ്പം തന്നെ 4 റീസെൻറ്റ് പാസ്പോർട്ട്സ് ഫോട്ടോഗ്രാഫ് നമ്മൾ ഈ പറയുന്ന പോസ്റ്റൽ കവറിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കണം. അത് മാത്രമല്ല, ഇനിയിപ്പോൾ 16 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, നമ്മുടെ പ്ലാന്റുമായിട്ട് 16 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്, അതിൻ്റെ റേഡിയസിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ റെസിഡൻഷ്യൽ പ്രൂഫ് വേണം, അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ അപ്രൻറ്റീസ്ഷിപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഫൈൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു കോപ്പിയും വെക്കണം കേട്ടോ. അതൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നാറ്റ്സിലോ അല്ലെങ്കിൽ ആപ്സിലോ ഞാൻ പറഞ്ഞല്ലോ, അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ നമ്മുടെ ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ എടുക്കുക, അത് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അത് പ്രിൻ്റ് എടുക്കുക, അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കുക എന്നുള്ളതാണ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ അതിൻ്റെ കൂടെ വെക്കേണ്ടത്. അപ്പോൾ ഇതാണ് അപേക്ഷാ ഫോം. നോട്ടിഫിക്കേഷനിൽ തന്നെ അപേക്ഷാ ഫോം ഉണ്ട്. അപ്പോൾ അപേക്ഷാ ഫോം ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ തരാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ. അപ്ലൈ ചെയ്യുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ GeoCLH ജിലാൻഡിൻ്റെ ഹോം പേജിൽ വരും. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, ജസ്റ്റ് GeoCLH ജിലാൻഡ് ഗൂഗിൾ ചെയ്താൽ മതി. ഇവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് എന്നുള്ളത് ഇവിടെ കാണാം, നിങ്ങൾക്ക് NPCL. ഇനി നമ്മൾ വീഡിയോ ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് താഴെ പോയി ഇവിടുന്ന് ഡിസപ്പിയർ ആവും. അപ്പോൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ NPCL അപ്രൻറ്റിഷിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം നമ്മൾ. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാവുന്ന ഒരു ഫിലിപ്സിൻ്റെ അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ളൊരു ട്രിമ്മറാണ്. താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ അത് വാങ്ങാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ലിങ്ക് ചെയ്തിട്ടാണ്. അപ്പോൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇതാ ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുക, അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കൊടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുക. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ ഫോം കിട്ടും. ജസ്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന നോട്ടിഫിക്കേഷനാണ് വരിക. നോട്ടിഫിക്കേഷൻ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് പേജിലേക്കാണ് ഇത് കിടക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെയാണ് ഈ അപ്ലിക്കേഷൻ ഫോം ഉള്ളത്. പേജ് നമ്പർ ഏകദേശം 16 മുതലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്ലിക്കേഷൻ ഫോം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ഓഫ് അപ്രൻറ്റീഷിപ്പ്, അതായത് ട്രേഡ് ആണോ ഇവിടെ തന്നെ ഉണ്ട്. ട്രേഡ് ആണെങ്കിൽ ട്രേഡ് എന്ന് ഇവിടെ എടുത്ത് ചെയ്താൽ, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ എന്ന് ചെയ്താൽ, ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഗ്രാജുവേറ്റ് ഏതായിരിക്കും അത് ചെയ്താൽ. ദെൻ നിങ്ങളുടെ ഏത് ഡിസിപ്ലിനിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫിറ്റർ ആണെങ്കിൽ ഫിറ്റർ, ഇനി മറ്റേ HR ആണെങ്കിൽ HR, ഏതായിരിച്ചാൽ നിങ്ങൾ അത് മാത്രം ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ഇവിടെ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് നമ്മൾ ഒട്ടിക്കുക. ഇതിന് ശേഷം നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക, ഫാദറിൻ്റെ പേര് ക്യാപിറ്റൽ ലെറ്റർ, ഇതൊക്കെ SLC ബുക്കുള്ള പോലെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, റിലീജിയൻ, ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് ഫില്ല് ചെയ്യാം. ആധാർ. പിന്നെ നിങ്ങൾ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പ് രജിസ്ട്രേഷൻ നമ്പർ, ഈ അപ്രൻറ്റീസ്ഷിപ്പ് രജിസ്ട്രേഷൻ നമ്പറാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഞാൻ ITI കഴിഞ്ഞവരാണെങ്കിൽ ഇവിടെ NAPS നിങ്ങൾക്ക് ഇവിടെ കാണാം. NAPS അവിടെ ക്ലിക്ക് ചെയ്യാം. NAPS ഓപ്പൺ ആക്കാം. ഈ NAPS ഓപ്പൺ ആക്കിയതായി ഈ ഒരു പേജാണ് ഇങ്ങനെയാണ് വരിക കേട്ടോ. നിങ്ങളുടെ കാണാൻ സ്ക്രീനിൽ ഈ രീതിയിലായിരിക്കും വരിക. ഇവിടെ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡ് കോർണറിലും കൂടെ കാണാൻ ലോഗിൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം, കാൻഡിഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ് എന്നുള്ള അതിൽ എനേബിൾ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ITI സ്റ്റുഡൻറ്റ് എന്നുള്ളത് കൊടുത്തിട്ട് ITIൻ്റെ റോൾ നമ്പർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുക്കണം. അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ആ രജിസ്ട്രേഷൻ നമ്പറാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മളിവിടെ കൊടുക്കേണ്ടത്, ITI കഴിഞ്ഞവരാണെങ്കിൽ. ഇനി നിങ്ങളിതാ വീണ്ടും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലേക്ക് വരാൻ, നാറ്റ്സ് ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം.
അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് NATS, ഇത് അവിടെ കാണാൻ നിൽക്കുക NATS 2, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം NATS 2ലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗത്ത് മുകളിൽ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്നുള്ളത് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഇത്രയും ഡീറ്റെയിൽസ് നമ്മളെ കൈവശം വേണം ഇതിലേക്ക്, അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് യെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയും കൊടുക്കുക, OTP വെരിഫൈ ചെയ്ത് നിങ്ങൾ അക്കൗണ്ട് എന്തെങ്കിലും ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്കും കിട്ടുമ്പോൾ രജിസ്ട്രേഷൻ നമ്പർ, അത് നിങ്ങൾ എന്തെങ്കിലും അവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഈ 2 വെബ്സൈറ്റിൽ നിങ്ങൾ ITI കഴിഞ്ഞിട്ടാണെങ്കിൽ NAPS, അതേപോലെ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞാണെങ്കിൽ NATSൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പ്രൊഫൈൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം. അതും നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പിൻ്റെ ആ ഒരു ITI കഴിഞ്ഞവരാണെങ്കിൽ NAPSൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. ഡിപ്ലോമ കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ NATSൽ രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ നമ്പർ ഇട്ടോ, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം നിങ്ങൾ. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും, പിന്നെ ഇവിടെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും, പിന്നെ നിങ്ങൾ കേരളത്തിൽ വേണമെങ്കിൽ കേരള എന്ന് കൊടുക്കുക, സ്റ്റേറ്റ് ഓഫ് ഡൊമസൈലുള്ളടത്ത്. അതുപോലെ മൊബൈൽ നമ്പർ, മെയിൽ ID, പിന്നെ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ഇവിടെ മെഷർ ചെയ്ത് കൊടുക്കുക. പിന്നെ SLC മുതൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അങ്ങനെയാണ് ഫില്ല് ചെയ്യുക. ഡിക്ലറേഷൻ കൊടുക്കുക, പ്ലേസ് ചെയ്ത, ഡേറ്റ് ചെയ്ത, സിഗ്നേച്ചർ, നിങ്ങളുടെ പേര്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി നിങ്ങൾക്ക് ഏപ്രിൽ 30. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വേറെ നമ്മൾ അപേക്ഷാ ഫീസോ അല്ലെങ്കിൽ വേറെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾ NATSലും ഒന്ന് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.